ഹലോ, നിങ്ങളുടെ വണ്ടിക്ക് പ്രോപ്പർ മൈലേജും പവറും നൽകുന്ന വിലയേറിയ ഇലക്ട്രിക്കൽ കമ്പോണൻറ്റുകളെ ദീർഘനാൾ കംപ്ലൈൻറ്റ് വരാതെ സൂക്ഷിക്കുവാൻ ഒരു മെക്കാനിക്കിൻ്റെ സഹായമില്ലാതെ സ്വന്തമായി നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടെക്നോ ടിപ്സോറിയൻ്റെ ഇന്നത്തെ വീഡിയോയിൽ. കാർബറേറ്റർ പ്രോപ്പറായി ട്യൂൺ ചെയ്യുന്നതോടൊപ്പം തന്നെ ഓരോ 2500-3000 കിലോമീറ്ററിനുള്ളിൽ നിങ്ങളിത് ചെയ്താൽ നമ്മുടെ വണ്ടിക്ക് മൈലേജും പവറും ഒട്ടും തന്നെ കുറയുകയില്ല. ഇത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സ്പാർക്ക് പ്ലഗ് ആദ്യം തന്നെ ഊരിയെടുക്കണം. സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വണ്ടി പ്രോപ്പർ മൈലേജ് സെറ്റിങ്ങിലാണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ള വീഡിയോ ടെക്നോ ടിപ്സ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഇവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. കമ്പഷൻ ചേമ്പറിൽ നിന്നുള്ള ചൂട് മൂലം നമ്മുടെ വണ്ടിയുടെ സ്പാർക്ക് പ്ലഗിൻ്റെ ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഓട്ടോമാറ്റിക്കായി കുറേ നാൾ കഴിയുമ്പോൾ കൂടി വരുന്നതാണ്. എന്നാൽ നമ്മുടെ വണ്ടിയുടെ ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് വേണ്ടി ഈ സ്പാർക്ക് പ്ലഗിൻ്റെ എയർ ഗ്യാപ്പ് 0.8 മില്ലിമീറ്ററിനും 0.9 മില്ലിമീറ്ററിനും ഇടയിൽ വരണമെന്നാണ് കമ്പനിയുടെ സർവീസ് മാനുവൽ പറയുന്നത്. നമ്മുടെ വണ്ടിയുടെ കോയിൽ മാഗ്നറ്റ് അസംബ്ലിയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന കറണ്ട് CDI അഥവാ കപ്പാസിറ്റർ ഡിസ്ചാർജ് ഇഗ്നിഷൻ സിസ്റ്റം അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഡിസ്ചാർജ് ഇഗ്നിഷൻ യൂണിറ്റ് വഴി ഹൈ ടെൻഷൻ കോയിലിലെത്തി അവിടെ നിന്നാണ് സ്പാർക്ക് പ്ലഗിലേക്ക് കറണ്ട് സപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ വണ്ടി കുറേയേറെ കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ ഇലക്ട്രോഡുകൾക്കിടയിലുള്ള ഈ എയർ ഗ്യാപ്പ് ഓട്ടോമാറ്റിക്കായി കൂടി വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. ഇങ്ങനെ സ്പാർക്ക് ഗ്യാപ്പ് കൂടുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന സ്പാർക്കിൻ്റെ സ്ട്രെങ്ത് സാധാരണ രീതിയിലുള്ളതിനേക്കാളും വളരെയേറെ വലുതായിരിക്കും. എന്നാൽ ശക്തിയേറിയ സ്പാർക്ക് ജനറേറ്റ് ചെയ്യാൻ വളരെ വലിയ വോൾട്ടേജ് ആവശ്യം വരുന്നതുകൊണ്ട് സ്പാർക്ക് പ്ലഗ് അതിനു മുൻപുള്ള HT കോയിൽ, CDI, മാഗ്നറ്റ് കോയിൽ അസംബ്ലി എന്നിവയ്ക്ക് ഓവർലോഡ് കൊടുത്ത് അവയെ ഡാമേജ് ആക്കാൻ സാധ്യത വളരെയേറെയാണ്. ഈ 3 കമ്പോണൻറ്റുകളും അത്യാവശ്യം നല്ല വിലയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ വണ്ടിയുടെ ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെ കാര്യക്ഷമമായ വർക്കിങ്ങിന് വേണ്ടി ഈ സ്പാർക്ക് ഗ്യാപ്പ് 0.8 മില്ലിമീറ്ററിനും 0.9 മില്ലിമീറ്ററിനും ഇടയിൽ നിങ്ങൾ ഓരോ 2500-3000 കിലോമീറ്ററിനുള്ളിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇവിടെ 0.8 മില്ലിമീറ്റർ 0.9 മില്ലിമീറ്റർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഫീലർ ഗേജിലെ അളവാണ്. ഇതാണ് ഫീലർ ഗേജ്. പക്ക പ്രൊഫഷണൽ രീതിയിൽ എയർ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഫീലർ ഗേജ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. എല്ലാ വീടുകളിലും ഫീലർ ഗേജ് ഉണ്ടാകാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഫീലർ ഗേജ് ഉപയോഗിക്കാതെ ഗ്യാപ്പ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ വീഡിയോയുടെ പിന്നീടുള്ള ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ മെത്തേഡ് സെയിം ആയതുകൊണ്ട് ആദ്യം നിങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കുന്നതാണ് നല്ലത്. സ്പാർക്ക് ഗ്യാപ്പ് ഫീലർ ഗേജിൻ്റെ 0.8 മില്ലിമീറ്റർ മുതൽ 0.9 മില്ലിമീറ്റർ വരെ ആകാം. സ്പാർക്ക് ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫീലർ ഗേജിൻ്റെ 0.8 മില്ലിമീറ്റർ വരുന്ന ബ്ലേഡ് കണ്ടുപിടിക്കണം. ഇതാണ് 0.8 മില്ലിമീറ്ററിൻ്റെ ബ്ലേഡ്. ഫീലർ ഗേജ് ഇല്ലാത്തവർക്ക് വേണ്ടി നോട്ട്ബുക്കിൻ്റെ ഔട്ടർ കവർ അഥവാ പുറംചട്ട കൊണ്ട് ഒരു സൂത്രമുണ്ട്. ഒരല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ ഫീലർ ഗേജ് ഉപയോഗിച്ച് എങ്ങനെ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നോട്ട് ബുക്ക് സൂത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം നോട്ട് ബുക്ക് ഉപയോഗിച്ച് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള വിവരണം ഞാൻ അവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇത് മനസ്സിലാക്കാം. ഫീലർ ഗേജിൻ്റെ 0.8 മില്ലിമീറ്റർ ബ്ലേഡ് എടുത്തുകൊണ്ട് സ്പാർക്ക് പ്ലഗിൻ്റെ ഇലക്ട്രോഡുകൾക്കിടയിലൂടെ ഇതുപോലെ മെല്ലെ ഉരഞ്ഞു നീങ്ങുന്ന രീതിയിൽ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോഴുള്ള ഗ്യാപ്പ് വളരെയധികം കൂടുതലാണ്. ഫീലർ ഗേജ് ബ്ലേഡ് ഇതുപോലെ ഇലക്ട്രോഡുകൾക്കിടയിൽ വെച്ച് കൊടുത്തുകൊണ്ട് ചെറിയൊരു സ്പാനറോ അല്ലെങ്കിൽ ഹാമറോ ഉപയോഗിച്ച് മെല്ലെ തട്ടിക്കൊടുത്തുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും വെരിഫൈ ചെയ്യണം. ഇപ്പോഴും ഗ്യാപ്പ് കൂടുതലാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഹാമറോ സ്പാനർ ഉപയോഗിച്ച് വീണ്ടും ഇലക്ട്രോഡ് ഇതുപോലെ തട്ടി ബെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ച് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫീലർ ഗേജ് ബ്ലേഡ് ഇലക്ട്രോഡുകൾക്കിടയിലൂടെ മെല്ലെ ഉരസി നീങ്ങുന്നുണ്ട്. ഇതാണ് കറക്റ്റ് ഗ്യാപ്പ്. 0.8 മില്ലിമീറ്ററിൽ കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലേഡിലൂടെ ഇതുപോലെ ഉരഞ്ഞു നീങ്ങില്ല, എന്നാൽ ഇതുപോലെ നീക്കാനും കഴിയും. ഇതാണ് കറക്റ്റ് സെറ്റിംഗ്. ഇനി ഫീലർ ഗേജിൻ്റെ 0.8 മില്ലിമീറ്ററിന് പകരമായി നിങ്ങളുടെ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കിൻ്റെ ഔട്ടർ കവർ എടുത്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു പണി ചെയ്യാവുന്നതാണ്. നോട്ട് ബുക്കിൻ്റെ ഔട്ടർ കവർ അഥവാ പുറംചട്ടയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു കത്രിക ഉപയോഗിച്ച് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കണം. അതിനുശേഷം ഇതുപോലെ ബെൻഡ് ചെയ്താൽ കിട്ടുന്ന തിക്നെസ് ഫീലർ ഗേജിൻ്റെ 0.8 മില്ലിമീറ്ററിന് തുല്യം തന്നെയാണ്.
ഫീലർ ഗേജിൻ്റെ 0.8 മില്ലിമീറ്ററിന് പകരമായി ഈ നോട്ട് ബുക്കിൻ്റെ ഔട്ടർ കവർ പേപ്പർ പീസ് ഉപയോഗിച്ച് നമുക്കിനി സ്പാർക്ക് ഗ്യാപ്പ് നേരത്തെ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്